മോളെ അനിക്ക, ഇവരും എന്റെ ഫാമിലി തന്നെയാ. ഇന്നു മുതൽ നീ അവരോടൊപ്പം താമസിക്കാൻ പോകുന്നത്. അങ്കിളെ, പക്ഷെ ഞാൻ അങ്കിളുടെ ഒപ്പം നല്ല സന്തോഷത്തിലാണല്ലോ. മോളെ, എനിക്ക് ഒരുപാട് ജോലി തിരക്കുകളുണ്ട്. എനിക്ക് നിന്നെ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവർ നിന്നെ നല്ലപോലെ നോക്കിക്കോളും. പക്ഷെ ഞാൻ അങ്കിള് നന്നായിട്ട് നോക്കിക്കോളാം അങ്കിൾ. നിങ്ങൾക്കും ആരെങ്കിലും ഒക്കെ വേണ്ടേ? മുത്തശ്ശിയെ പോലെ നിങ്ങളും വീട്ടിൽ തനിച്ചല്ലേ താമസിക്കുന്നത്? മോളെ, നീ കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ട് നിനക്ക് അവിടെ ഇഷ്ടമായില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്ക്. മോളെ, ഞങ്ങൾ നിന്റെ സ്വന്തം ഫാമിലി തന്നെയാ. പിന്നെ കണ്ടില്ലേ, ഇവന്റെ പേര് ആദി എന്നാണ്. ഇവൻ നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആയിരിക്കും. അതുപോലെ നിന്റെ കുഞ്ഞനിയനും ആയിരിക്കും. ഓക്കെ അല്ലേ? ഹായ്. അനിക്ക മോളെ, ഞാൻ മോളെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാം. മോള് സന്തോഷമായിട്ടിരിക്കെ. ഇനിയിപ്പൊ കാശിന് വേണ്ടിയിട്ട് ഈ അനാഥ കൊച്ചിനെയും കൂടെ വളർത്തണമല്ലോ. നീ ഏതെങ്കിലും തെരുവിന്നായിരിക്കും ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷെ ഈ വീട്ടിലെ മനുഷ്യന്മാരാ താമസിക്കുന്നത്. പിന്നെ ഇത്രയും കോസ്റ്റ്ലി ആയി ബെഡില് നിന്റെ വൃത്തികെട്ട സാധനങ്ങളൊന്നും വെച്ചു പോകരുത്. നിന്നെ വളർത്താനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് ഇവിടെ നിന്നോണം. നിന്റെ തലയ്ക്കകത്തോട്ട് കയറിയില്ലേ? ആദ്യക്ക് ആവശ്യമുള്ള ബോൺ മാരോ മാച്ച് കിട്ടിയിട്ടുണ്ട്. ഹോളി ക്രോസ് സ്കൂളിൽ റീസെൻ്റ് ആയിട്ട് നടന്ന ബ്ലഡ് ടെസ്റ്റിൽ മാച്ചാണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ആ കുട്ടിയുടെ പേര് അനിക. അനാഥയാണ്. സർജറിക്ക് വേണ്ട കാര്യങ്ങൾ വേഗം ചെയ്യണം. പാവപ്പെട്ട കുട്ടിയായതുകൊണ്ട് പ്രശ്നമില്ല.